ഇന്ത്യയുടെ ഭരണഘടനയെയും ഇന്ത്യയുടെ നിയമവാഴ്ചയെയും ഇന്ത്യയുടെ ദേശീയതയും അഖണ്ഡതയും അംഗീകരിക്കാത്ത ഒരു പ്രസ്ഥാനവും മുസ്ലിം സമുദായത്തിൽ നമ്മളറിയുന്നത് കേരളത്തിലോ പ്രദേശങ്ങളിലോ ഇല്ല. അങ്ങനെയുള്ള മുസ്ലിം സമുദായത്തെ ഒറ്റതിരിഞ്ഞ് വർഗീയതയെ ആരോപിക്കുകയും തീവ്രവാദം പറയുകയും ചെയ്യുന്ന മുസ്ലിം സമുദായത്തിന്റെ നേതൃത്വത്തോട് ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ 70-ാം വാർഷികം അസന്നിഗ്ധമായി പറയുന്നു: നിങ്ങൾ ചെയ്യുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാനസികമായ വ്യവഹാരങ്ങളോടുള്ള അനീതിയാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. തൗബ ചെയ്യേണ്ട മടങ്ങേണ്ട കാര്യമാണ്. ഉമ്മത്തിനെ ഏകീകൃതമായി കാണുകയും വിദഅത്തിനെ അകറ്റേണ്ട ഘട്ടങ്ങളിൽ അകറ്റി നിർത്തുകയും ഉമ്മത്തിനെ ഒരുമിച്ച് നിർത്തുകയും ചെയ്യേണ്ട അതിമഹത്തായ ഒരു ദൗത്യം ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ അതിശക്തമായി ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ മഹല്ലിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ച് അഭിവന്ദനായ നമ്മുടെ ശൈഖുന പറഞ്ഞതുപോലെ മഹല്ലിന്റെ ഇസ്ലാമികമായ തലങ്ങളെ സർവോപരി ഭംഗിയാക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾക്ക് മുൻതൂക്കം നൽകണം. ഇന്ത്യയുടെ ഭരണഘടനയെയും ഇന്ത്യയുടെ നിയമവാഴ്ചയെയും ഇന്ത്യയുടെ ദേശീയതയും അഖണ്ഡതയും അംഗീകരിക്കാത്ത ഒരു പ്രസ്ഥാനവും മുസ്ലിം സമുദായത്തിൽ നമ്മളറിയുന്നത് കേരളത്തിലോ പ്രദേശങ്ങളിലോ ഇല്ല. മുസ്ലിം സമുദായത്തിൽപ്പെട്ട പ്രസ്ഥാനങ്ങളെ തീവ്രവാദം ആരോപിക്കുകയും ഈ മുസ്ലിം സംഘടന തീവ്രവാദ പ്രസ്ഥാനമാണെന്ന് പറയുകയും ചെയ്യുന്ന നാണമില്ലാത്ത മറയില്ലാത്ത ഫാസിസത്തിന് തലവെട്ടാൻ നമ്മുടെ തലകളെ പിടിച്ചു കൊടുക്കുന്ന മുസ്ലിം നേതൃത്വങ്ങളിൽപ്പെട്ട പ്രസ്ഥാനങ്ങളെ പടിക്ക് പുറത്തു നിർത്തി മാനസികമായി കാണേണ്ടതുണ്ട് മുസ്ലിം സമുദായം. കേരളം എന്റെ സംഘടനയിൽ ഞാൻ പ്രസിഡന്റ് ആയിരിക്കുന്ന പ്രസ്ഥാനത്തിൽ മെമ്പർഷിപ്പ് ഉള്ളവർക്ക് മാത്രം സ്വർഗം ലഭിക്കുകയുള്ളൂ എന്ന് 2024 പ്രസംഗിക്കുന്ന വളരെ ദുഃഖകരമായ പശ്ചാത്തലം നേതൃതലങ്ങളിൽ ഉണ്ടാകുമ്പോഴാണ് അശ്അരിയത്തിനെയോ മാതുരിദിയത്തിനെയോ സ്വീകരിക്കുന്നവർ മുഴുവനും അവർ ഏത് സംസ്ഥാനത്തുള്ളവരായിരുന്നാലും ഏത് ഭാഷ പറയുന്നവരായിരുന്നാലും ഏത് രാജ്യത്തുള്ളവരായിരുന്നാലും സുന്നികളാണ് എന്ന ഉറച്ച നിലപാട് ബഹുമാനപ്പെട്ട ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ എടുക്കുന്നു.